കേളാഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. ചിത്ര ചേച്ചിയുടെ ഈ മനോഹരമായ ഗാനം കേളാഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്നാർക്കെങ്കിലും പാടാൻ പറ്റുമോ? പാടാൻ പറ്റുകയാണെങ്കിൽ അത് ഒരേ ഒരാൾക്കേ ഉള്ളൂ. മുടിയൊക്കെ പിന്നിട്ട് ഒരു ചെറിയ പെൺകുട്ടി മമ്മൂക്കയുടെ അടുത്ത് കറുത്ത പക്ഷികൾ എന്ന സിനിമയിൽ നിന്ന് പാടുന്ന, വളരെ നിഷ്കളങ്കമായി പാടുന്ന ഈ കുട്ടിയുടെ മുഖം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ടോ? ഇന്ന് ഒരു സുന്ദരിയായ വലിയ ബ്യൂട്ടിഫുൾ ആക്ട്രസ്സായി മാറിയിരിക്കുന്ന അതേ പെൺകുട്ടിയാണ് നമ്മുടെ ഒപ്പമുള്ളത്, മാളവിക നായർ. വെൽക്കം ടു ദ പ്രോഗ്രാം. സത്യം പറഞ്ഞ പാട്ട് പാടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഷോക്കിംഗ്. സോ താങ്ക് യു സോ മച്ച്. നന്നായി പാടി, എന്നെക്കാട് നന്നായി പാടി. ഞാനെന്തൊരു വിശേഷം കേട്ടു, ഇന്ന് ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളിത് ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ഈ ദിവസം മാളവികയുടെ ബർത്ത്ഡേ ആണ്. മാളവിക ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ബ്ലെസ് യു, മേ യു ലിവ് ലോങ്. താങ്ക് യു സോ മച്ച്. ആകെ മഴ ദിവസമാണ്, ഞങ്ങൾ ആകെ ഒരു മഴ മൂഡിലാണ്. മാളവികയ്ക്ക് മഴപ്പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമാണ്. മഴപ്പാട്ടുകൾ ഇഷ്ടമില്ലാത്ത ആരുണ്ടാവുക? മാളവികയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം എനിക്ക് വേണ്ടി രാധിക ചേച്ചി പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, പാടണോട്ടോ കൂടെ? ആ, ഞാൻ പാടും. മഴനീർത്തുള്ളികൾ തണുനീർമുത്തുകൾ കനവായി പെയ്തിടും, കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവ്വമായി നീ എന്നെ സാരംഗിയിൽ ഇതളിടും നാടത്തിൻ പൊന്നോളമാ കതിരിടും മോഹത്തിൻ പൊന്തൂവലാ. മാളവിക ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ആണ് ഞങ്ങൾ എല്ലാവരും കണ്ട് പരിചയപ്പെട്ടിരിക്കുന്നത്. കമൽ അങ്കിളുടെ കറുത്ത പക്ഷികൾ ഫസ്റ്റ് ഫിലിം. ദാറ്റ് വാസ് യുവർ ഫസ്റ്റ് ഫിലിം. എങ്ങനെയാണ് കറുത്ത പക്ഷികളിലേക്ക് വന്നത് മാളവിക? ആദ്യം ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ എന്നെ കൊണ്ടുവരുന്നത് രാജസേന അങ്കിളാണ്. ഫസ്റ്റ് ചെയ്തത് സീരിയലായിരുന്നു കൃഷ്ണകൃപാസാഗരം. ഇൻ KG ഐ തിങ്ക്. KG തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഭിനയം. അങ്കിളാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. കൃഷ്ണകൃപാസാഗരം എന്ന സീരിയലിൽ കുട്ടി രാധയായിട്ടാണ് ഫസ്റ്റ് ഞാൻ സ്ക്രീനിൽ വരുന്നത്. അതിനുശേഷം ഞാൻ ഫസ്റ്റിലോ സെക്കൻഡിലോ പഠിക്കുമ്പോഴാണ് കമലങ്കിള് ഇങ്ങനെ മല്ലികനെ അന്വേഷിച്ച് അതിന് ആപ്റ്റായിട്ടൊരു കുട്ടീനെ കിട്ടാൻ ഓരോ സ്കൂളിലേക്ക് അന്വേഷിച്ച് ചെല്ലുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്കൂളിലും വന്നിരുന്നു. അത് ഞാൻ പഠിച്ചിരുന്നത് അമൃതയിലായിരുന്നു, അമൃത വിദ്യാലയം. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്നെ കണ്ടു. ലൈക്ക് ആദ്യം ഞാൻ സീരിയൽ ചെയ്ത കാരണം അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പൽ മാം എന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെ എന്നെ കണ്ടു. ഓഡീഷനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നെ കണ്ടപ്പോൾ തന്നെ അങ്കിള് പറഞ്ഞു കറക്റ്റ് മല്ലീൻ്റെ പോലെ തന്നെ ഉണ്ട്, യു ആർ സെലക്റ്റഡ് ഇത്രേ പറഞ്ഞോളൂ. അങ്ങനെ അതാണ് ഫസ്റ്റ് മൂവി കറുത്ത പക്ഷികൾ. അത് ശരി. രാജസേനൻ സാർ എങ്ങനെയാണ് മാളവികയെ സ്പോട്ട് ചെയ്തത്? ആദ്യം ഞാൻ പറഞ്ഞില്ല അമൃതയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ മാതാ അമൃതാനന്ദമയി അമ്മ വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡാൻസ്, ഗീത അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് അവിടെ രാജസേന അങ്കിൾ വന്നിരുന്നു. അപ്പോൾ അങ്കിൾ എന്നെ കണ്ട് അങ്ങനെയാണ്. അത് ശരി. ഇപ്പോൾ ഒരുവിധ എല്ലാ ഭക്തി സീരിയലുകളിലും വളരെ ഒരു ഫെമിലിയർ ഫേസ്. കുറച്ച് സീരിയൽസ് ചെയ്തിരുന്നു. അതിൽ കൂടുതൽ മെരിലാൻഡിൻ്റെ സീരിയൽസ് ആണ് ചെയ്തത്. രജപുത്ര അവരുടെയും ചെയ്തിരുന്നു. ചിപ്പി ചേച്ചിയുടെ, രജിത് അങ്കിളിൻ്റെ ഒക്കെ ചെയ്തിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു മെരിലാൻഡിൻ്റെ മുരുകനായിട്ട് ഞാൻ ചെയ്തിരുന്നു. ദേവി മഹാത്മ്യ. അത് ഇപ്പോഴും എല്ലാവരും കാണുമ്പോൾ മുരുകനല്ലേ ദേവി മഹാത്മ കഴിഞ്ഞിട്ട് കുറേ ആയെങ്കിലും ഇപ്പോഴും പറയാ വേലു, അയ്യോ വേലു എന്താ ആ സീരിയലിൽ നിന്നും കഴിഞ്ഞതിൽ വളരെ സങ്കടമുണ്ട്. എത്ര സീരിയൽ ലൈക്ക് ഫിലിം ചെയ്താലും പെട്ടെന്ന് ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാം ആ വേലുവായിട്ടാണ്. ശരി. കറുത്ത പക്ഷികൾ ചെയ്തപ്പോൾ അത് എങ്ങനെയായിരുന്നു അനുഭവം? ഇത്രയും വലിയൊരു ഒന്നും അറിയില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കണോ ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം മമ്മൂട്ടിയെങ്കിലും കാണുന്നു ഫസ്റ്റായിട്ട്. പത്മ ചേച്ചി ഉണ്ടായിരുന്നു, പത്മപ്രിയ. അപ്പോൾ വലിയൊരു ആദ്യം വന്നപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. എന്താ ഒന്നും മനസ്സിലാവണില്ല. ഐ വാസ് ജസ്റ്റ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അങ്കിള് പറഞ്ഞു തന്നത് എന്താണോ അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി അങ്കിളും കമൽ അങ്കിളും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ അത്രയും ചെറുതായിരുന്നു. എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആ ഡയലോഗ്സ് ഒക്കെ കുറച്ച് വലുതായിരുന്നു. അതിൽ കുറച്ച് തമിഴിൽ മലയാളം മിക്സ്ഡ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ലൈക്ക് ആദ്യം എന്നോട് പറഞ്ഞു ആ പാട്ട് ഇങ്ങനെ മാളു ഇങ്ങനെ കുറച്ച് കുളമാക്കിയിട്ട് പാടണം.
കൊളാക്കിയിട്ട് പാടാണ്, അങ്ങനെ ഇപ്പോൾ കൊളാക്കിയിട്ട് പാടുക. അപ്പോൾ പറഞ്ഞു അങ്കിൾ ആദ്യം ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നു. അപ്പോൾ പറഞ്ഞു ഓക്കെ ഫൈൻ, നമുക്കൊരു റിഹേഴ്സൽ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് റിഹേഴ്സൽ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഓസം. ലൈക്ക് എല്ലാവരും പറഞ്ഞു അടിപൊളിയുണ്ട്, ഇതന്നെ നമുക്ക് ടേക്കിലും വേണം. അപ്പോൾ ഞാൻ ആകെ നെർവസ് ആയി തുടങ്ങി. ലൈക്ക് ഓ ഇത് ഓക്കെ ആയിരുന്നു, ഇനി ഇതുപോലെ തന്നെ ടേക്കിലും വരണ്ടേ. അപ്പോൾ ടേക്കിലും അത് ചെയ്തു. ലൈക്ക് അത് ആ സമയത്ത് എല്ലാവരും എന്നെ കാണുമ്പോൾ ആ പാട്ട് പെട്ടെന്ന് ഓർക്കാറുണ്ട്. മമ്മൂക്കയുടെ കൂടെ വീണ്ടും അഭിനയിച്ചു, 2 ഫിലിം ചെയ്തു. മായബസാറായിരുന്നു സെക്കൻഡ് ഫിലിം, അതിലും മോളായിട്ട് തന്നെ ആയിരുന്നു. അതിലും ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത് ശരി. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് അക്കൊല്ലത്തെ സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്, എല്ലാ TV അവാർഡ്സും കൈരളിയിൽ എല്ലാ അവാർഡ്സും കിട്ടി. വെരി നൈസ്, വെരി നൈസ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി പേരൻസിനൊരു ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരിക്കണം. അതെ, എനിക്കത് കിട്ടിയപ്പോഴൊന്നും ഞാൻ ലൈക്ക് അത് ആ സ്റ്റേറ്റ് അവാർഡ് എന്താണെന്നൊന്നും അറിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡും കൂടി കിട്ടിയപ്പോഴാണ് അതിന്റെ വാല്യൂ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. അത് ശരി. അപ്പോൾ വീട്ടിൽ ആരൊക്കെയാണ് മാളുവിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മൂമ്മയായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അതിനൊക്കെ അമ്മൂമ്മയായിരുന്നു കൂടുതൽ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അമ്മൂമ്മ കറുത്തപക്ഷികൾ റിലീസ് ആവണ കേട്ടും 1 month മുമ്പ് ഷീ ലെഫ്റ്റ് അസ്. സോ അതുപോലെ തന്നെ അമ്മ, അച്ഛൻ, ചേട്ടൻ, മുത്തശ്ശൻ, അമ്മാവൻ, അമ്മായി എല്ലാവരും സപ്പോർട്ടിങ് ആണ്. വെരി നൈസ്. എല്ലാവർക്കും ഞാൻ അഭിനയിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ തൃശ്ശൂരാണ് വീട് അല്ലേ? ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. തൃശ്ശൂരാണ് ജനിച്ച് വളർന്ന് എല്ലാം? അതെ, തൃശ്ശൂർ തന്നെയാണ്. വെരി നൈസ്. കറുത്ത പക്ഷികൾ കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്? കറുത്ത പക്ഷികൾ 2006-2007, സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 2011-12 ഉമ്മക്കുയിൽ പാടുമ്പോൾ എന്ന് പറഞ്ഞ. അതും കറുത്ത പക്ഷികൾക്ക് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു സ്ട്രോങ് ക്യാരക്ടർ കിട്ടിയത് ഉമ്മക്കുയിൽ പാടുമ്പോഴായിരുന്നു. അതിലൊരു മുസ്ലിം ഗേൾ ആയിട്ടായിരുന്നു. ഈ കുട്ടി ഭയങ്കര ലൈക്ക് പോയിട്രി എഴുതാൻ വായിക്കാൻ ഒക്കെ കൂടുതൽ ഇഷ്ടം. എൻ്റെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ചെറുപ്പം തൊട്ടേ പാട്ടും ഡാൻസും എല്ലാം അഭ്യസിക്കുന്നു, ശരിയാണ്? എല്ലാം പഠിച്ചിട്ടുണ്ട്, കുറച്ച് ലൈക്ക് എന്നെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഡാൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ ടീച്ചർമാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പാട്ടും അങ്ങനെ തന്നെയാണ്. ഡാൻസിൽ ഏറ്റവും ഇഷ്ടമുള്ള ശൈലി ഏതാണ്? ലൈക്ക് കണ്ടംപററി അതോ ഭരതനാട്യം അതോ എല്ലാം ഇഷ്ടമാണോ? എല്ലാം ഇഷ്ടമാണ്. ലൈക്ക് ഭരതനാട്യം ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരു ഐറ്റം മുഴുവൻ കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അന്താളിച്ച് വെക്കും, കാരണം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ഡാൻസ് ഫോംസും ഇഷ്ടമാണ്. ഞങ്ങൾ ഗായികമാരെ കിട്ടിയാൽ വിടില്ല. എനിക്കറിയാം, എനിക്ക് അതിലേക്കാണ് വേറെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 പേര്? ഞാനൊരു നല്ല ഗുഡ് സിംഗറേ അല്ല. ചേച്ചി അതാണെന്ന് പ്രൂവ് ചെയ്തു ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ. സോ ചേച്ചി ഇതിൽ പാടാൻ ജസ്റ്റ് കൂടെ ജോയിൻ ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് യുവർ ചോയ്സ് ഓഫ് എ സോങ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ നമുക്ക് വെട്ടത്തിലത്തെ സോങ് പാടാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന കാറ്റാലേ ഈരൻ മുടി ചേരുന്നിതൻ മേലാകവേ നീരുന്നടി മൺപാതയിൽ തോളോട് തോൾ ചേർന്നിടയോ. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് കണ്ട് നമ്മളെല്ലാവരും വളരെ പരിചിതരാണ് മാളവികയെ. എന്നാൽ മാളവിക നൗ ഹാസ് എ സർപ്രൈസ് ഫോർ അസ്. മാളവിക തന്നെ പറയൂ. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ചെയ്തത് അക്കൽ ദാമയിലെ പെണ്ണ് പറഞ്ഞ മൂവിയാണ്. ഡയറക്ടർ ജയറാം കൈലാസാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ന്യൂ ഗായ്. അതിൽ സ്റ്റാറിങ് വന്നിട്ട് ശ്വേത ചേച്ചി ഉണ്ട്. ശ്വേത ചേച്ചിയുടെ മോളായിട്ടാണ് ചെയ്യണത്. പിന്നെ വിനീത് അങ്കിളുണ്ട്, പഴയ നഗശതത്തിലൊക്കെ അഭിനയിച്ച വിനീത് അങ്കിളുണ്ട്. സുധീർ കരമന അങ്കിളുണ്ട്. പിന്നെ രാജേഷ് അബാർ. പിന്നെ ഷാജു അങ്കിളുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. കൂട്ടിക്കൽ ജയചന്ദ്രൻ അങ്കിളുണ്ട്, ജാഫർ ഇടിക്ക് അങ്കിളുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല സ്റ്റാറിങ് ഉള്ള ഫിലിമാണ്. ഇതിൽ എൻ്റെ ക്യാരക്ടർ വന്നിട്ട് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മറിയം എന്നാണ്. മറിയം ഇതുവരെ കേൾക്കാത്തൊരു സ്റ്റോറിയാണ്. ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് സ്റ്റോറിയാണ്. ഒരു കുഴിവെട്ടുകാരുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ നമ്മൾ കുഴിവെട്ടുന്നവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ലൈക്ക് നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ നോക്കും, അല്ലെങ്കിൽ ആര് നമ്മുടെ ബോഡി
നോക്കും അന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. സോ ഇത് അവരുടെ മൂവിയാണ്, അവരുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പോഴും അവരെങ്ങനെ ജീവിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും ഒരാളെങ്കിലും മരിക്കണേ എന്നാണ്. ബിക്കോസ് ഒരാളെ മരിച്ചാലാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. സോ അങ്ങനെ ഒരു ടച്ചിങ് സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഹീറോ പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ഇതുവരെ മലയാളം ഫിലിംസിലോ അല്ലെങ്കിൽ മറ്റേ ഫിലിംസിലോ എനിക്ക് അറിയില്ല. ബേസിക്കലി എനിക്ക് അറിയുന്നിടത്തോളം ഞാൻ പറയാണ്, ഇങ്ങനൊരു ഫിലിം വന്നിട്ടുണ്ടാവില്ല. സോ ഈ കറുത്തപക്ഷികൾ, ആഫ്റ്റർ ഓമക്കുയിൽ പാടുമ്പോൾ, ആൻഡ് ദെൻ ഇപ്പോൾ അക്കൽ ദാമയിലെ പെണ്ണ്, മൂന്നിലും എനിക്ക് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. ഓമക്കുയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അക്കൽ ദാമയിലെ പെണ്ണ്. പ്രസക്തമായ കാര്യം, ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിൽ നിന്നും ഇപ്പോൾ ഒരു ഹീറോയിനായിട്ട് അങ്ങനെ പറയാം. ഫസ്റ്റ് മൂവി അക്കൽ ദാമയിലെ പെണ്ണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അല്ലെ, യു വുഡ് ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഓഫേഴ്സ്, പല പക്ഷെ കുറേ സ്റ്റോറീസ് വരുന്നുണ്ട്. ലൈക്ക് പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഫിലിം എന്താ ഓപ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്രിപ്റ്റാണ്. കാരണം ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ, പിന്നെ മാത്രമല്ല ഐ ഹാവ് എ വെരി ബോൾഡ് ക്യാരക്ടർ, പിന്നെ ഒരു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ ഐ ജസ്റ്റ് ഓപ്റ്റഡ്. സോ ഒബ്വിയസ്ലി അതൊരു ഒരു നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവരുടെ അന്തരീക്ഷം, അവരുടെ മാനസികാവസ്ഥ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ മരിക്കാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിചാരിക്കുക പോലുമില്ല. നമ്മളെല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ പോകാനേ, ആർക്കും ഒരു പ്രശ്നവും ഒരു അസുഖവും ഒന്നും വരാതെ സന്തോഷത്തിലിരിക്കണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ബട്ട് അവർ നേരെ ഓപ്പോസിറ്റാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് സ്ക്രിപ്റ്റ് ഒരു 1 month മുമ്പേ തന്നു, ഷൂട്ട് തുടങ്ങുന്നതിനെക്കാട്ട് മുമ്പ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം വായിച്ച് ഈ ക്യാരക്ടറിനെ കൂടുതൽ മനസ്സിലാക്കും. കാരണം ഇത് ഞാൻ ഒരിക്കലും ചെയ്യാത്ത ക്യാരക്ടറാണ്. ഇതുവരെ ഇത് ടോട്ടൽ ഡിഫറെൻറ്റ്. ഇതുവരെ ആരുടെങ്കിലും കണ്ടിട്ട് നമുക്ക് ലൈക്ക് അതിന്ന് കുറച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയും ആരും ചെയ്തിട്ടില്ല. സോ അതിന് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ആദ്യം. പക്ഷെ സെറ്റിലുള്ള ഡയറക്ടറാണെങ്കിലും ജയറാം അങ്കിൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മൈ ലെവൽ ബേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അതിനുള്ള റിവാർഡ് മാളവിക തേടി എന്തായാലും വരും. താങ്ക് യു. നമ്മളിന്ന് ഒരു ഹീറോസിന്റെ ഒപ്പം കമ്പയർ ചെയ്യുന്ന ഒരു അനദർ ഹീറോ ആണ് ശ്വേത മേനോൻ. തീർച്ചയായും അത്രയൊരു ബോൾഡ്നെസ് ഇൻ എവറിത്തിങ്, ഇൻ ഹർ ആക്ടിങ്, ഇൻ ഹർ ക്യാരക്ടർ, പേഴ്സണാലിറ്റി. അപ്പോൾ ശ്വേത ചേച്ചിയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? ചേച്ചിയുടെ എൻ്റെ 2ാമത്തെ ഫിലിമാണ്. അതിന് ചെയ്ത് ഇത്രമാത്രം പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അതിലും ചേച്ചിയുടെ മോൾ തന്നെയായിരുന്നു. ഇപ്പോൾ അക്കൽ ദാമയിലെ പെണ്ണ്. അപ്പോൾ ചേച്ചി ഭയങ്കര ബോൾഡാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അഭിനയത്തിലും ചേച്ചിനെ ഒരുപാട് പഠിക്കാനുണ്ട്. ലൈക്ക് മലയാളം അത്ര അറിയില്ല, ബട്ട് സ്റ്റിൽ ചേച്ചി ഡയലോഗ്സ് ആണെങ്കിലും ഒരു പേടിയോ ഒന്നുമില്ലാണ്ട് ലൈക്ക് അത്ര ഇതായിട്ടാണ് പറയാം. കൂടെ അഭിനയിക്കുന്നവർക്കും ലൈക്ക് ഭയങ്കര കംഫർട്ട് സോണിൽ നിർത്തിയിട്ടാണ് അഭിനയിക്കാം. അപ്പോൾ ചേച്ചിയുടെ കൂടെ ലൈക്ക് അഭിനയിക്കുമ്പോൾ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇറ്റ്സ് മൈ സെക്കൻഡ് മൂവി. ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എവിടെ വെച്ചാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്? ഈ സിനിമ ഷൂട്ടിംഗ് നടന്നത് ശരിക്കും വാഗമണിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വാഗമണിൻ്റെ എല്ലാ ഭംഗിയും ഈ ഫിലിമിൽ കാണാൻ പറ്റും. എല്ലാവർക്കും ഒരു ചിന്തിക്കാനൊരു വിഷയം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും അല്ലേ? അതെ, ഇത് കുഴിവെട്ടുകാരുടെ ഇതിൽ വെച്ചിട്ടാണ് പറയുമെങ്കിലും ഇത് നമ്മുടെ സൊസൈറ്റിയിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് അൻ ഐ ഓപ്പണർ ടു ഓൾ. ആരാണ് സിനിമാറ്റോഗ്രാഫി? ഇത് ക്യാമറ ചെയ്തിരിക്കുന്നത് വേണുഗോപാൽ അങ്കിളാണ്. കുറേ പണ്ട് മുതലേ ഇൻഡസ്ട്രിയിലുള്ള ഒരു അങ്കിളാണ്. അപ്പോൾ ആരാണ് അക്കൽ ദാമയിലെ പെണ്ണിൻ്റെ പ്രൊഡ്യൂസർ? ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രൊഡ്യൂസേഴ്സാണുള്ളത്. ഒന്ന് ഡയറക്ടർ ജയറാം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം ഖത്തറിലുള്ള കാസിം എന്നാണ് പറഞ്ഞ വേറൊരു അങ്കിൾ. പിന്നെ ഒന്നുള്ളത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായുള്ള ഒരാളാണ്. ബിക്കോസ് ആൻറ്റിയുടെ പേര് വിനി നായരാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയാണ്. സോ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഷീ ഈസ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ഇത് ഒരുപാട് ഡെഫിനറ്റ്ലി ആൻഡ് ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇതൊരു വുമൺ സെൻട്രിക് സിനിമയാണ്. അതെ, അങ്ങനെയും പറയാം. പക്ഷേ ഈക്വലി മെയിൽ ആർട്ടിസ്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഓരോരുത്തരുടെ റോളിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ ഫിലിമിൽ. എന്നാലും വിമൻസ് റൈറ്റ്സിനെ എൻഫോഴ്സ് ചെയ്യുന്ന അങ്ങനെ വല്ല ഒരു തീമുണ്ടോ ഇതിൽ? വുമൻ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ എങ്ങനെ
ബോൾഡ് ആകുന്നു. ഇപ്പൊ പണ്ടത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒതുങ്ങി കൂടി ഒക്കെ താമസിക്കുന്നത്. ഇതിലത്തെ ഈ ഫിലിമിലത്തെ സ്ത്രീകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് കുഴി വെട്ടുന്നത്. സ്ത്രീക്ക് ആ ജോലി ഏറ്റെടുക്കേണ്ടി വരാണ്. സോ അത്ര ബോൾഡായിട്ടാണ് ഇതിലെ സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. സോ ഇത് സ്ത്രീകളുടെ ഫിലിമാണെന്ന് പറയാം. സോ ജീവിതത്തിൽ എങ്ങനെയാണ് മാളവിക? ആർ യു എ ബോൾഡ് ഫീമെയിൽ ഗോയിങ് ഔട്ട്? അങ്ങനെയല്ല. ലൈക്ക് ഞാൻ ബോൾഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ടൈംസ് ലൈക്ക് ഞാൻ പക്ഷെ ഭയങ്കര ക്വൈറ്റാണ്. ലൈക്ക് എനിക്ക് അത്ര പരിചയം ലൈക്ക് അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയാൽ സംസാരിക്കുക എന്നല്ലാതെ ഇപ്പോൾ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. കാരണം പരിചയമായി വരണം. അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾസ് ഒക്കെ ഉണ്ട്. വീട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര കലപില അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ഭയങ്കര ഇമോഷണലാണ് അറ്റ് ടൈംസ്. പെട്ടെന്ന് ചിരി വന്നു കഴിഞ്ഞാൽ അത്ര ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കരച്ചിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സിനിമയെ പറ്റി സംസാരിച്ച് നമ്മൾ വളരെ ഇന്റൻസും സീരിയസും ആയിപ്പോ. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പോൾ സ്കൂൾ ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോൾ +1 ചെയ്യണം. ഞാൻ 10th വരെ ഭവൻസിലാണ് പഠിച്ചിരുന്നത്. ഭാരതീയ വിദ്യാഭവൻ പൂച്ചട്ടി. ഈ ഫിലിം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭവൻസിലാണ് പഠിച്ചത്. ഞാൻ 10th ഈ ഫിലിം ചെയ്തത്. സോ 10th ടീച്ചർമാരും ലീവ് എടുക്കാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല. കാരണം ബോർഡ് എക്സാം ആണ്. പക്ഷെ എൻ്റെ ടീച്ചേഴ്സ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. എൻ്റെ അന്നത്തെ പ്രിൻസിപ്പൽ മനോരഞ്ജനി മാം ആയിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ ബിന്ദു ടീച്ചർ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പിന്നെന്താ ലീവ് എടുക്കൂ, അതിനൊരു പ്രശ്നമില്ല അങ്ങനെ പറയുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 11th ഞാൻ സ്റ്റേറ്റിലേക്ക് മാറി. ബിക്കോസ് ഇനി കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ലൈക്ക് എനിക്ക് വേറെ സ്ട്രീം ഇപ്പം ഞാൻ ഹ്യൂമാനിറ്റീസാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റിലുള്ളൂ. ഞാൻ ഇപ്പോൾ വിവേകോദയത്തിലാണ് പഠിക്കുന്നത്, തൃശ്ശൂർ. ആക്ച്വലി ഇപ്പോൾ ഒരു 10 വർഷത്തോളം ഈ സിനിമയിൽ തന്നെ സജീവമായിട്ട് ആക്ടിങ് അല്ലേ? തിങ്ക് അബൌട്ട് 2006 അപ്പോൾ ഞാൻ മാളവികയുടെ ബയോ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ ഒരു വർഷത്തിലും അറ്റ്ലീസ്റ്റ് ഒരു സിനിമ അങ്ങനെ പോകുന്നുണ്ട്, വലിയ ഗ്യാപ്പ് ഇല്ലാതെ. എനിക്ക് തോന്നുന്നു ഉമക്കുയിൽ കഴിഞ്ഞിട്ടൊരു 2 years ഗ്യാപ്പ് വന്നിട്ടാണ് ഞാൻ അക്കൽദാമ ചെയ്തിരിക്കുന്നത്. അത് കാരണം 9th ബോർഡ് എക്സാം ആയിരുന്നു. ഉമക്കുയിൽ ചെയ്യുമ്പോൾ ഞാൻ 8th ആയിരുന്നു. അത് കഴിഞ്ഞ് 9th ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു. പിന്നെ 10th 8th സ്റ്റഡീസ് അഡ്ജസ്റ്റ് ചെയ്ത് പോയത്? അത് ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഐ ഹാവ് ട്യൂഷൻസ് ആൻഡ് ഓൾ. അപ്പം അങ്ങനെ മേക്കപ്പ് ചെയ്തു. ഇത്രയും ബോൾഡായ ഒരു ക്യാരക്ടറിലൂടെയാണ് ഒരു ഹീറോയിൻ എന്ന ഒരു പൊസിഷനിലേക്ക് മാളവിക വരുന്നത്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഇനി എന്തൊക്കെ ചെയ്യാനാണ് മാളവികയ്ക്ക് ആഗ്രഹം? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഓൾറെഡി യു ഡൂയിങ് സച്ച് ബോൾഡ് ക്യാരക്ടേഴ്സ്, അങ്ങനെ തന്നെ തുടരണം എന്നാണോ അതോ ഇടയ്ക്ക് ഒരു കുറച്ച് എന്താ പറയുക? എനിക്ക് ലൈക്ക് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. ലൈക്ക് ഒരേ ക്യാരക്ടർ ഞാൻ അതാ പറഞ്ഞ കറുത്തപക്ഷിയിലൊരു വേറെ രീതിയിലായിരുന്നു. ഉമ്മക്കുയിൽ വന്നപ്പോൾ ഒരു ലൈക്ക് എഴുതുന്ന ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിം പാവപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ അക്കൽദാമിൽ വന്നപ്പോൾ ഭയങ്കര ബോൾഡായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇനി അങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. മാളവികയ്ക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചെറുപ്പത്തിൽ തൊട്ട് തന്നെ എല്ലാവരും കണ്ട് വളരെ പരിചിതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ മാളവികയെ തേടി വരും. അപ്പോൾ ഇതൊരു തീർച്ചയായിട്ടും ഇതിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടോ അതോ പഠിത്തം ഇങ്ങനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം എങ്ങനെയാണ് വിചാരിച്ചേക്കണം അതിനെപ്പറ്റി? അല്ല, ആക്ച്വലി സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഒരു നല്ലൊരു ആക്ട്രസ് ആവാൻ തന്നെയാണ് ആഗ്രഹവും. പക്ഷെ അറ്റ് എ ടൈം സെയിം ടൈമിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ജോബും ചെയ്യാൻ താല്പര്യമുണ്ട്. സോ ഇപ്പോൾ ലൈക്ക് എനിക്ക് ഓരോ സമയത്ത് ഓരോരോ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ലൈക്ക് ഞാൻ ലോ ചെയ്യുന്നുണ്ടാവും മേ ബി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫിലിം റിലേറ്റഡ് തന്നെ പഠിക്കും. നിറച്ച് സംസാരിക്കും, ദാറ്റ് മീൻസ് ആണോ? ലൈക്ക് അമ്മ പറയാറുണ്ട് ലൈക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വാദിച്ച് ജയിക്കാൻ ഞാൻ ഭയങ്കര മിടിക്കാന്ന് പറയാറുണ്ട്. ലൈക്ക് ചേട്ടനും ഞാനൊക്കെ അടി കൂടുമ്പോഴൊക്കെ. സോ അമ്മ പറയാം അതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ലോ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇപ്പം അറിയില്ല, ലൈക്ക് ഇനിയും സമയമുണ്ട്. 12th കഴിയുന്നവരെ, ലൈക്ക് 11th തുടങ്ങിയിട്ടില്ല. സോ ഐ ഹാവ് ടൈം. ഓക്കെ. അക്കൽദാമയിലെ പെണ്ണ് ഈ സിനിമയിൽ പാട്ടുകളുണ്ടോ? ഈ സിനിമയുടെ വേറെ പ്രത്യേകതയാണ് ഈ സിനിമയുടെ പാട്ട്. ബിക്കോസ് ഇത് പാടിക്കുന്നത് ചേച്ചിയാണ്, ശ്രേയ ഘോഷാൽ. പാട്ട് ചെയ്തിരിക്കുന്നത് അൽഫോൻസ് അങ്കിളാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വയലൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ പാട്ടിൽ.
അതാണ് ഈ പെണ്ണിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഭയങ്കര കാച്ചി സോങ് ആണ്, ഭയങ്കര മെലഡി സോങ് ആണ്. സോ മെലഡി ഇഷ്ടപ്പെടുന്നവർക്കും മെലഡി ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയൊരു പാട്ടാണ്. 2 പാട്ടുകളാണ് ഉള്ളത്. അതിൽ ഒരു പാട്ടും ഒരു കവിതയാണ് ഉള്ളത്. കവിത ഓക്കെ ഓക്കെ, റിലീസ് ആവുന്നതേ ഉള്ളൂ അല്ലേ? ആ, നമ്മൾ പാട്ട് കൊടുത്തിട്ടില്ല, ലൈക്ക് പുറകെ വരും. ഓക്കെ, ഇത്രയും സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഈ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ മാളവിക, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്ത് പ്രേക്ഷകരോട് എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഈ മഴക്കാലത്ത് ഇറങ്ങുന്ന അക്കൽദാമയിലെ പെണ്ണ് ഏറ്റവും വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മഴയെ പറ്റിയുള്ള കറുത്ത പക്ഷികളിലുള്ള ഒരു പാട്ട് തന്നെ പാടി നമുക്ക് അങ്ങോട്ട്. മഞ്ജരി ചേച്ചി പാടിയ പാട്ട്. ഓക്കെ, യാ. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹനിറവിൽ, മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹനിറവിൽ. Bye. Thank you.